ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു മിക്സഡ് ട്രെൻഡിൽ ട്രേഡ് ചെയ്യുകയാണ്. ഡൗ ജോൺസ് 54 പോയിൻറ്റ് പോസിറ്റീവും, S&P 33 പോയിൻറ്റ് നെഗറ്റീവും, നസ്ഡാക്ക് 314 പോയിൻറ്റ് നെഗറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നസ്ഡാക്ക് ഏകദേശം 1.46% നെഗറ്റീവ് ട്രെൻഡാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റും ഒരു പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഏഷ്യൻ മാർക്കറ്റിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഫ്ലാറ്റായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിക്കവാറും ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യത ഉണ്ട്. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കും. അറൗണ്ട് ഒരു 50 പോയിൻറ്റിനുള്ളിലെങ്കിലും ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ ഇന്നലത്തെ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇന്നലത്തെ എൻ്റെ പ്രഡിക്ഷൻസ് റോങ് ആയിരുന്നു. മാർക്കറ്റ് ഒരു ഡൗൺ സൈഡിലോട്ട് വരുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നതിന് ശേഷം പതിയെ മാർക്കറ്റ് മുകളിലോട്ട് കയറി മെനഞ്ഞാന്നത്തെ ഹൈയിൽ വെച്ചിട്ട് ഒരു റിജക്ഷൻ വന്നു. 25,000 റേഞ്ചിലാണ് മാർക്കറ്റ് റിജക്ഷൻ വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ലോവർ ടൈം ഫ്രെയിം ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേ ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. മിക്കവാറും വരും ദിവസങ്ങളിലൊരു ഐലൻഡ് ചാർട്ട് പാറ്റേൺ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് മാർക്കറ്റ് കഴിഞ്ഞ 2 ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ടിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ഇന്നും ഈ ഒരു റേഞ്ചിനുള്ളിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. പ്രീമിയം ഒരുപാട് ഡീക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് മാർക്കറ്റ് ബുള്ളിഷ് ആകണമെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ഹൈ 25,020 230 മുകളിൽ മാർക്കറ്റ് ഒരു ബ്രേക്കൗട്ട് തരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് ഒരു 25,200 വരേക്കും മാർക്കറ്റ് കയറാനുള്ള സാധ്യതയുണ്ട്. 25,030 മുകളിൽ മാർക്കറ്റിൽ ഒരു ബ്രേക്കൗട്ട് കിട്ടണം. 25,030 മുകളിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 25,200 റേഞ്ച്, അതായത് പ്രീവിയസ് ഈ ഒരു ഹൈ ഓൾറെഡി ഗ്യാപ്പ് ഫില്ലിംഗ് ആയിട്ടുണ്ട്. ഇവിടെയുള്ള ഗ്യാപ്പ് ഓൾറെഡി ഏകദേശം ഫില്ലായിരിക്കുന്നതാണ്. ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ 25,030 താഴോട്ട് ഒരു റിജക്ഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഏകദേശം ഈ ഒരു റേഞ്ച് വരയ്ക്കും കയറിപ്പോകാൻ സാധ്യതയുണ്ട്. 25,200 25,200 വരയ്ക്കും മാർക്കറ്റ് മിക്കവാറും കയറിപ്പോയേക്കും ഇവിടെ നിന്നൊരു സ്ട്രോങ് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു റിവേഴ്സ് സിഗ്നൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,030 ഒരു റിവേഴ്സ് സിഗ്നൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പം വീണ്ടും താഴോട്ട് വന്ന് ഈ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ നല്ലൊരു ബ്രേക്കൗട്ട് മാർക്കറ്റിൽ കിട്ടും. മുകളിലോട്ട് ഈ ഒരു റേഞ്ച് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബുള്ളിഷിലോട്ട് പോവും. ഇവിടെ നിന്ന് താഴോട്ടാണ് ഒരു ബ്രേക്കൗട്ട് കിട്ടുന്നതെങ്കിൽ ഏകദേശം ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ചിലപ്പം റിവേഴ്സ് വീണ്ടും തിരിച്ച് കയറിപ്പോവും. ഏകദേശം 25,000 എന്ന് പറയുന്ന ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയയാണ്. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,030 ബ്രേക്കൗട്ട് കിട്ടിയിട്ട് തിരിച്ച് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. പിന്നെ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ബുള്ളിഷിലോട്ട് പോകും. നമുക്ക് ഡേറ്റയിലോട്ട് പോവാം. ഡേറ്റ ഇന്നലത്തെ സമ്മറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് FIS സെല്ലിംഗ് ആണ്. 634 കോടിക്ക് സെല്ലിങ്ങും DIS 2,261 കോടിക്ക് ബൈയിങ്ങും ആണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് FIS ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. 12,657 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ സെല്ലിങ്ങും 2.62 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈയിങ്ങും ആണ്. പ്രോ 275 ക്വാണ്ടിറ്റി 275 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈയിങ്ങും 65,330 ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ സെല്ലിങ്ങോ ബൈയിങ്ങോ ആണ്. രണ്ടും ബൈയിങ് ആണ്. FISും പ്രോയും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിരിക്കുകയാണ്. ക്ലൈൻറ്റ് സെല്ല് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് മിക്കവാറും ആ ഒരു റേഞ്ചിൽ ഒരു
ഡൗൺ ട്രെൻഡിനുള്ള സാധ്യത മാർക്കറ്റിലുണ്ട്. സെയിം ഇന്നലത്തെ വ്യൂ തന്നെയാണ് ഇന്നലത്തെ വ്യൂ തന്നെയാണ്. ചെറിയൊരു ഗ്യാപ്പ് അപ്പോ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നലത്തെ എൻ്റെ വ്യൂ തെറ്റായിരുന്നു. ഈ ഒരു റേഞ്ചിൽ നിന്ന് ഒരു റിജക്ഷൻ വരുമെന്ന് വിചാരിച്ചതാണ് 25,968-83 ആ ഒരു റേഞ്ചിൽ നിന്ന്. പക്ഷേ മാർക്കറ്റ് ഏകദേശം അവിടെ നിന്നൊരു ഫേക്ക് ബ്രേക്കൗട്ട് കൊടുത്തിട്ട് മെനഞ്ഞാന്നത്തെ ആ ഒരു റെസിസ്റ്റൻസിൽ നിന്നാണ്, ഹൈയിൽ നിന്നാണ് ഒരു റിജക്ഷൻ വന്നത്. ഇന്നും മാർക്കറ്റ് നാരോ CPR ആണ് 24,943 തൊട്ട് 24,969 വരയ്ക്കും ഏകദേശം 26 പോയിൻറ്റിൻ്റെ നാരോ CPR ആണ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എല്ലാം അടുത്തടുത്താണ്. 25,119, 25,38. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ മുകളിലോട്ട് നല്ലൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. 25,119, 25,038 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ബൈ ചെയ്യാം. മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കും. 25,019, 25,038 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കും, അത് ഉറപ്പാണ്. പക്ഷേ ഇവിടെ നിന്നൊരു റിവേഴ്സ് സിഗ്നൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും 24,850 ഈ ഒരു റേഞ്ചിലൊക്കെ മാർക്കറ്റ് ഒരു ബൗൺസ് ബാക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. 24,905, 24,887 ഈ രണ്ട് റേഞ്ചും നോക്കുക. ഈ ഒരു റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് ചിലപ്പം ഒരു അപ്പ് ആൻഡ് ഡൗൺ മാർക്കറ്റിനുള്ള സാധ്യതയുണ്ട്. ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആണ് എന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ചത്തെ എക്സ്പയറിയിൽ നല്ലൊരു മൂവ്മെൻറ്റ് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. ഏറ്റവും താഴെയുള്ള ലെവൽ എന്ന് പറയുന്നത് 24,760, 24,743 ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാകും. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക, ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.